ഇങ്ങനെ ഒരു സീൻ ചെയ്ത് അതിന്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ കേട്ട് സത്യം പറഞ്ഞാൽ മതിയായി. കാരണം നമുക്കൊരു ഭയങ്കര മോശമായിട്ടുള്ളൊരു ഇതാണ് കിട്ടിയത്. അപ്പൊ എനിക്ക് ഇനി അങ്ങനെ സംഭവം ഇനി എനിക്ക് ഒട്ടും താല്പര്യമില്ല. ടു ബി ഓണസ്റ്റ്, നമ്മൾ ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല. കാരണം മതി, പിന്നെ വീട്ടുകാരും അത്ര അപ്രീഷിയേറ്റ് ചെയ്തില്ല. അപ്പൊ ഇനി ഇങ്ങനത്തെ സീൻസ് ഒന്നും ചെയ്യുന്നില്ല, മതിയായി. എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ഒരാളുടെ, കാരണം നമ്മൾ രണ്ടുപേരാണ് അഭിനയിക്കുന്നത്, ഒരാളല്ല അഭിനയിക്കുന്നത്. അപ്പൊ കൂടെ അഭിനയിക്കുന്ന ആള് കംഫർട്ടബിൾ അല്ല, അവർക്ക് ഇത് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും നിർബന്ധിക്കാൻ പറ്റില്ല. നമ്മൾ അവരുടെയും കൂടി സൈഡ് കാണണം. ഇത് അങ്ങനെ തന്നെ സീരിയലിൽ നിന്ന് മാറ്റി സിനിമയാക്കാൻ പോകണമെന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ഒരു കഥാപാത്രത്തിന് മാച്ച് ചെയ്യുന്നത് ആരെന്നായിരിക്കും നിങ്ങളുടെ ഒരു സജഷൻ? നിഖില വിമലല്ലേ? കറക്റ്റ് ആയിരിക്കും. കറക്റ്റ് ആയിരിക്കും, കാരണം ആ ഒരു മെച്യൂരിറ്റിയും. നിഖിലേക്ക് ചേരുന്ന അപ്പം നായകൻ എന്ന് പറയുന്ന ആരായിരിക്കും? ഓ ഓക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഇന്റിമേറ്റ് സീൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും നാണം ഉണ്ടായിരുന്നോ? അങ്ങനെ നാണം എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ടായിരുന്നില്ല. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ 10-35 പേരിങ്ങനെ നോക്കി നിന്നിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു സീനായിരുന്നു. അച്ഛനും അമ്മയും അവരെ എന്തായിരിക്കും പറയാനുള്ളതെന്ന് അറിയാനൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അച്ഛനും അവരുടെ കൂടെ ഇരുന്ന് കണ്ടോ ഈ സീന്? ആണോ? കൃഷ്ണേന്ദും കണ്ടോ? ആണോ? ഇവന്റെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ടിവിയിൽ ഹോട്ട്സ്റ്റാറിലൊക്കെ ഇട്ടുണ്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഞാനും എല്ലാവരും കൂടി ഇരുന്നിട്ടാ കണ്ടത്. അതായത് ഇവന്റെ ഫാമിലി. ഞാൻ എത്തി നോക്കി എന്റെ വീട്ടുകാരുടെ എക്സ്പ്രഷൻ നോക്കിയിട്ട് സൈഡിൽ ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. നമസ്കാരം. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വൈറ്റ് ഹോംസ് ഫോർ പ്രസൻസ് സുന്ദരി നീയും സുന്ദരം ഞാനുവിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ കൂടെയുള്ള സുന്ദരിയും സുന്ദരനും എന്ന് പറയുന്നത് ഇപ്പോ എല്ലാവരുടെ ഇടയിലും ഭയങ്കര ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന, ടോക്ക് ഓഫ് ദ ടൗൺ ആയി നിൽക്കുന്ന, എല്ലാവർക്കും ഇവരെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനും താല്പര്യമുള്ള, വൈറലായിട്ട് നിൽക്കുന്ന കൃഷ്ണേന്ദും രാഹുലുമാണ്. ഹലോ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. സുന്ദരിയും സുന്ദരനും ഒക്കെ സുഖമായിട്ടിരിക്കുന്നു? നിങ്ങളിപ്പോ ഭയങ്കര എന്താ പറയാ, വൈറലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണല്ലോ അല്ലേ? സന്തോഷമുണ്ടോ? അതുകൊണ്ട് അല്ല, രാഹുലിന്റെ മുഖത്ത് എനിക്ക് ഭയങ്കര സന്തോഷം കാണാനുണ്ട്. അത് പറഞ്ഞപ്പോ കൃഷ്ണേന്ദു ഒരു നിൽക്കുന്നുണ്ടല്ലോ. ഒന്നുമില്ലത്, ട്രാവൽ ചെയ്ത് വന്നതിന്റെ ക്ഷീണം, അതിന്റെ ഒരു യാത്രയാണ്. ഓക്കെ, എങ്ങനെ പോണു സീരിയലും ഇതും? ഇപ്പൊ എല്ലാവരും ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സംഭവങ്ങളും എല്ലാം നിങ്ങൾ എൻജോയ് ചെയ്യുന്നു? തീർച്ചയായും എൻജോയ് ചെയ്യുന്നുണ്ട്. വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പൊ എല്ലാരും ഫീഡ്ബാക്ക് ഇപ്പൊ ഒത്തിരി കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പൊ അതിലൊത്തിരി സന്തോഷമുണ്ട്. അപ്പൊ നിങ്ങളുടെ ഇപ്പം വൈറലായി നിൽക്കുന്നത് തന്നെ സീരിയലിൽ അധികം കാണാത്ത ഒരു സംഭവമാണ് ഇത്രയും ഇങ്ങനത്തെ ഒരു ഇമോഷണൽ സീൻസ്, ഇന്റിമേറ്റ്സ് ആയിട്ടുള്ള സീൻ. ഇതൊക്കെ നമ്മളിപ്പോ സിനിമയിൽ ഇപ്പൊ എല്ലാവർക്കും കണ്ട് വളരെ യൂസ്ഡ് ആയി. ഇന്നിപ്പോ സിനിമയിൽ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞാൽ ആർക്കും വലിയൊരു സംഭവമല്ല. അതിനെക്കുറിച്ചുള്ള ചർച്ചയും കാര്യങ്ങളും സിനിമാപരമായിട്ടുള്ളതെല്ലാം കഴിഞ്ഞ ഒരു കാലമായിരുന്നു എന്ന് തന്നെ പറയാം. പക്ഷെ സീരിയലില് നേരത്തെ ഒരു സീരിയൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ഒരു നല്ലൊരു ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പൊ നിങ്ങളുടെ സീരിയൽ കാതോട് കാതോരത്തിൽ ഇങ്ങനത്തെ ഒരു ഇന്റിമേറ്റ് സീൻ വരുന്നു. അപ്പൊ വീണ്ടും ഇത് ഭയങ്കര അധികം ചർച്ച ാവുകയാണ്. കാണാത്ത കാര്യങ്ങൾ കാണുമ്പോൾ, പതിവില്ലാത്തത് കാണുമ്പോൾ പെട്ടെന്നുള്ള ഒരു ഇത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഇന്റിമേറ്റ് സീൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും നാണം ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു, കുഴപ്പമൊന്നും നേരത്തെ ഒരു സീരിയൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ, അതേ ഡയറക്ടർ തന്നെയാണ് നമുക്കും ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. സാർ തന്നെയാണ്, മനോജ് ഗണേഷ് സാറാണ്. അപ്പൊ അങ്ങനെ നാണം എന്ന് പറഞ്ഞ ഫാക്ടർ ഉണ്ടായിരുന്നില്ല. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ 10-35 പേരിങ്ങനെ നോക്കി നിന്നിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു സീനായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഇതിലാണ്. അങ്ങനെ ഒരു നാണിക്കേണ്ട ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ചെയ്യുമ്പോഴേക്കും ആ സീൻ എങ്ങനെ ഇതാക്കാം, സാറിന്റെ ഇൻപുട്ടും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നമ്മളെ സീൻ എങ്ങനെ ബെറ്റർ ആക്കാം. നമുക്കതൊരു നോർമൽ സീൻ എങ്ങനെയാണോ ചെയ്യുന്നത് ആ രീതിക്ക് നമുക്ക് അത്രേ ഉള്ളൂ. അത് ആ ഒരു സീനും ആ രീതിക്ക് തന്നെ നമ്മൾ കാണുന്നുള്ളൂ. അതിപ്പോ ഇന്റിമേറ്റ് സീൻ എന്നുള്ള രീതിക്ക് പ്രത്യേകം നമുക്ക് അത്ര ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒബ്വിയസ്ലി കൃഷ്ണേന്ദുവിന്റെ ഫാമിലിയിലായിക്കോട്ടെ, രാഹുലിന്റേതായിക്കോട്ടെ, അപ്പം ഫാമിലിയിൽ ഇത് നിങ്ങൾ പറഞ്ഞിട്ടാണോ ഈ സീൻ ചെയ്തത്, അതോ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടാണോ ഫാമിലിയിലേക്ക് ഇങ്ങനെ ഒരു സീൻ? ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടാ പറഞ്ഞത്. അതായത് ഞാനിതിന് അത്ര ഒരു വലിയൊരു സീനായിട്ട് സംഭവമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ എന്നിട്ട് ഇത് കഴിഞ്ഞപ്പോ ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞു, അമ്മ ഞാനൊരു കിസ്സിങ് സീനൊക്കെ ചെയ്തായിരുന്നു, കാരണം ഞാൻ ഫസ്റ്റ് ടൈമാ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ സമയത്ത് അമ്മ കിസ്സിങ് സീനോ, എവിടെ കിസ് ചെയ്ത് ചോദിച്ചു. ഇല്ല, ചേക്സിൽ അങ്ങനെ അവർ ആ ഒരു സെൻസിൽ എടുത്തു. പിന്നെ അത് അവരും സീരിയലായിട്ടും കാണാൻ അവർക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് പിന്നെ നമുക്ക് കുഴപ്പമില്ല. ഓക്കെ, വെരി ഗുഡ്. രാഹുലിന്റെ ഞാനും ചെയ്ത്, കാരണം ഇത് അത്ര വലിയ ബിഗ് ഡീൽ ആയിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ പേരൻസ് എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഒരിക്കലും അതൊരു മിസ്ജഡ്ജ് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സീരിയലിനാണെങ്കിലും
ഈ ചീക്സിലെ കിസ് എന്നൊക്കെ പറഞ്ഞാൽ വെരി നോർമൽ, വെരി കോമൺ ആക്ച്വലി സീരിയലിൽ പോലും. അതെ. പക്ഷെ ഇതിലും ഞങ്ങൾ എന്താ ചെയ്തിട്ടുള്ളത്, ചീക്സിലും തന്നെയാണ് കിസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. പക്ഷെ ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നത് സോങ്ങും അതിന്റെ പാശ്ചാത്തലവും കാര്യങ്ങളും വന്നപ്പോഴാണ് ഇതിന് ഈ പറഞ്ഞ ഒരു ഫീല് കൊണ്ടത്. കാരണം ചീക്സിലെ കിസ് നെറ്റിലെ കിസ് ഒക്കെ എല്ലാ സീരിയലും കോമൺ ആയിട്ടുള്ള സംഭവമാണ്. ഇപ്പൊ ഇതിൽ ആ ഒരു രീതിയിൽ അത് എടുത്തു, ഒരു പ്രസന്റേഷനിലാണ് ആ വ്യത്യാസം വന്നത്. അതൊരു BGM മാറിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് മൂഡ് മാറിപ്പോകും. സത്യം പറഞ്ഞാൽ പക്ഷെ ഇത് ടെലികാസ്റ്റ് ആയി കഴിഞ്ഞപ്പോ അച്ഛനും അമ്മയും അവരെ എന്തായിരിക്കും പറയാനുള്ളതെന്ന് അറിയാൻ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അച്ഛനും അവരുടെ കൂടെ ഇരുന്ന് കണ്ടോ ഈ സീന്? ആണോ? കൃഷ്ണേന്ദും കണ്ടോ? ആണോ? അപ്പൊ അവരുടെ ആ ഒരു നിങ്ങൾ ഇരിക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം അടുത്തത് ഇനി ഈ സീൻ വരാൻ പോവാണെന്ന്. അപ്പൊ കൃഷ്ണേന്ദു ആയിക്കോട്ടെ രാഹുൽ ആയിക്കോട്ടെ, നിങ്ങൾ വീട്ടിലിരുന്ന് ഇങ്ങനെ ഇത് TV കാണുമ്പോ അങ്ങോട്ടായിരുന്നു ശ്രദ്ധിച്ചിരുന്നത്, അത് ഇവരുടെ ഫേസിലേക്കായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നത്? ആണല്ലേ? അപ്പൊ എന്തായിരുന്നു ഇവരുടെ കൂടെ ആണെങ്കിലും ഞാൻ അപ്സ്റ്റേഴ്സ് ആയിരുന്നു, അപ്പോൾ TV ആണോ ഇവരെയും കാണാം. കണ്ടില്ല കള്ളൻ, അതിനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നോ? ആ സമയത്ത് റെഡി ആവുമായിരുന്നു എവിടെ പോവാനായിട്ട്. ഇത് വന്നത്തേക്കും ഇവിടെയായിരുന്നു ശ്രദ്ധ. അച്ഛനും അമ്മയും എങ്ങനെയാണ്? എന്റെ വീട്ടില് അച്ഛനും അമ്മയും അനിയനുമാണ് എന്റെ സീരിയല് എല്ലാം കാണും. അപ്പൊ അവര് കണ്ടിട്ട് വാലിഡ് ആയിട്ടുള്ള നീ ഇങ്ങനെ ചെയ്ത് നന്നായി അല്ലെങ്കിൽ ഇങ്ങനെ ശരിയല്ല. അനിയൻ പ്രത്യേകിച്ച് കറക്റ്റ് ഒരു മൂവി പോയിന്റ് ഓഫ് വ്യൂല് പുള്ളി പറയും, ചേട്ടാ അത് ചേട്ടാ ഇങ്ങനെ പറയുന്ന ആളാണ്. അവൻ ഒബ്വിയസ്ലി ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയായിരുന്നു. പക്ഷെ അച്ഛനും അമ്മ എന്നുള്ള രീതിയിൽ അവർക്ക് അറിയാലോ, അച്ഛനമ്മമാർക്ക് ഒരു ഇത് ഉണ്ടാവുമല്ലോ ഞാൻ വിചാരിച്ചു. അപ്പൊ അത് കണ്ടു. അന്നേരം ഞാൻ മിണ്ടിയില്ല, അവര് കാണുന്ന ഫീഡ്ബാക്ക് നോക്കി എന്നിട്ട് മിണ്ടിയില്ല. പിന്നെ താഴെ ചെന്നിട്ട് ഞാൻ ചോദിച്ചു അമ്മയോട്, അപ്പൊ അമ്മ എന്താണ് തോന്നിയത്? അപ്പൊ അമ്മ വളരെ സർപ്രൈസിംഗ്ലി പറഞ്ഞു, സർപ്രൈസിംഗ്ലി അല്ല എനിക്കറിയായിരുന്നു അമ്മ ഇങ്ങനെ പറയുള്ളൂ അറിയായിരുന്നു, ഫാമിലി ഓഡിയൻസിന് കാണാതിരിക്കാൻ മാത്രം അല്ലെങ്കിൽ അയ്യോ എന്ന് പറയാൻ മാത്രമുള്ള ഒരു വൾഗാരിറ്റിയും ആ സീനിൽ ഉണ്ടായിരുന്നില്ല. നല്ല രസമായിരുന്നു, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസവും ഇങ്ങനെ ഒരു സീൻ വന്നു, ഇങ്ങനെയല്ല കുറച്ചും കൂടി ഒരു സീൻ വന്നു. അമ്മ അത് ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇനി ഇങ്ങനെ ഉണ്ടാവുമോ? അല്ല അത് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും വരുമ്പോഴേ അത് കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോ അത്ര അത് പ്ലേസ് ചെയ്യേണ്ട സ്ഥലത്ത് തന്നെ വേണ്ട അനിവാര്യമായിട്ടുള്ള സ്ഥലത്ത് മാത്രം നമ്മളത് കറക്റ്റ് ആയിട്ട് കൊടുക്കും. ഒരു പക്ഷെ ഇവര് ബോധേഡ് ആവുന്നത് മറ്റുള്ളവർ എന്ത് പറയും, ഫാമിലിയിലുള്ള ആൾക്കാര്, ഒത്തിരി ഫാമിലിയുള്ള എല്ലാരും കാണാറുണ്ട് മാത്രമല്ല അവരുടെ ഫീഡ്ബാക്സ് അപ്പൊ തന്നെ അറിയിച്ച് വളരെ കമ്മ്യൂണിക്കേറ്റീവ് ആണ് എല്ലാവരും, നാട്ടുകാരാണേലും എല്ലാവരാണല്ലോ. അപ്പൊ അവർ അത്രയും പ്രൗഡായിട്ട് നിൽക്കുന്ന ടൈമാണ് ഇപ്പൊ, നല്ല സന്തോഷത്തിൽ നിൽക്കണാണ്. അപ്പൊ ഇതെന്തെങ്കിലും വേറെ രീതി തോന്നുന്നു എന്നൊരു കൺസേൺ അല്ല, ചെറിയ രീതിയിലുള്ള അച്ഛനമ്മമാർക്ക് ഉണ്ടാവുമല്ലോ. പക്ഷെ എല്ലാരും നല്ലൊരു രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫീഡ്ബാക്ക് ആണ്. അപ്പൊ അച്ഛന്റെ അടുത്തൊന്നും ചോദിച്ചില്ലേ? അച്ഛൻ തീർച്ചയായും അച്ഛന് ഭയങ്കര സന്തോഷമായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ അച്ഛൻ കൂളാണ്. ഇനി ഇതല്ല ഇതിനപ്പുറം എന്തെങ്കിലും സീൻ ഉണ്ടെങ്കിൽ പോലും അച്ഛൻ അതിൽ കൂളാണ്, അതില് എല്ലാം നല്ല ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ആളാണ്. അച്ഛനൊന്നും കുഴപ്പമില്ല. ഇനി കൃഷ്ണേന്ദുവിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഇവരുടെ കൂടെ ഇരുന്ന് TV കണ്ടപ്പോൾ കൃഷ്ണേന്ദു എങ്ങോട്ടാണ്, ഇവരുടെ ഫേസിലേക്കാണോ ശ്രദ്ധിച്ചേ? അത് ആക്ച്വലി ഞങ്ങൾക്ക് വണ്ടർല ട്രിപ്പ് ഉണ്ടായിരുന്നു, ഞാനും രാഹുലും പിന്നെ ഞങ്ങളുടെ അനിയനായിട്ട് അഭിനയിക്കുന്ന നവനീത്, എല്ലാരും കൂടി വണ്ടർല പോകാൻ നിൽക്കായിരുന്നു. അപ്പൊ ആ പോകുന്ന അന്ന് ഞാൻ ഇവന്റെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ TV-യിൽ ഹോട്ട്സ്റ്റാറിലൊക്കെ കിട്ടുന്നതാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാനും എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് കണ്ടത്. അതായത് ഇവന്റെ ഫാമിലി ഞാൻ എത്തി നോക്കി എന്റെ വീട്ടുകാരുടെ എക്സ്പ്രഷൻ നോക്കിയോണ്ട് സൈഡിൽ ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. ആ കഥ പറഞ്ഞ സമയത്ത് ഈ ഒരു ഭാഗം ഇറേസ് ചെയ്ത് വെച്ചിട്ടാണല്ലോ പറഞ്ഞത്. അല്ല നമ്മള് അവരെല്ലാരും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് പോവാൻ വേണ്ടി പറഞ്ഞല്ലോ, റെഡി ആവാൻ വേണ്ടി നിൽക്കായിരുന്നു എന്ന് പറയല്ലേ. അപ്പൊ ആ സമയത്ത് വന്ന് നമ്മൾ വണ്ടർല പോവാൻ നിൽക്കുന്ന ആ ഒരു ടൈമിലാണ് നമ്മൾ ഈ ഫാമിലിയുടെ കൂടെയാണ് കണ്ടത്. അപ്പം കൃഷ്ണേന്ദുവിന്റെ അച്ഛനും അമ്മയും തൃശ്ശൂർ തന്നെയായിരുന്നു. അതെ അതെ. ഓക്കെ. അപ്പൊ അവരുടെ കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മ വിളിച്ചു, അപ്പൊ തന്നെ എന്തായിരുന്നു അവരുടെ? ഞാൻ ഓൾറെഡി ഇങ്ങനെ പറഞ്ഞല്ലോ, ഷൂട്ട് കഴിഞ്ഞപ്പോ അമ്മയെ ഞാനാക്കി. പിന്നെ അതിനെ കുറിച്ച് എനിക്ക് കുറച്ച് ആ കാര്യത്തിലൊക്കെ കുറച്ച് നാണം കൊണ്ടല്ലോ, ബാക്കി ഒരു കാര്യത്തിൽ നാണൊന്നുമില്ല. അപ്പൊ അമ്മ കുഴപ്പമൊന്നുമില്ല, അമ്മയായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അമ്മ നല്ല ജോലി ടൈപ്പ് ഒക്കെയാണ്. അച്ഛൻ്റെ അടുത്ത് എനിക്ക് ചെറിയൊരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൽ കൂടുതൽ എനിക്ക് ഇപ്പൊ ശരിക്കും ടെലികാസ്റ്റ് ചെയ്തിട്ട് വീട്ടിൽ പോകുന്നേ ഉള്ളൂ അല്ലേ? ശരിക്കും അതിനെ കുറിച്ച് ഞാൻ സംസാരിച്ചില്ല, കൂടുതൽ സംസാരിക്കുമ്പോഴല്ലേ എന്തെങ്കിലും നാണം വരുന്നത്. അല്ല അമ്മയ്ക്ക് അങ്ങനത്തെ സംഭവം കുഴപ്പമൊന്നുമില്ല കേട്ടോ. അമ്മ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. എന്റെ ഒരു കൂട്ടുകാരിയുടെ പോലെ തന്നെ, ഫ്രണ്ടിന്റെ പോലെ തന്നെ അമ്മ സംസാരിക്കലും. അപ്പൊ അമ്മ അങ്ങനെ ഓരോന്ന് പറയും. ഇപ്പൊ ഈവൻ ഞങ്ങളുടെ സംസാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിന്നെല്ലാം നോക്കുന്നത്, ആ ചെക്കൻ എന്നെ വായി നോക്കുന്നതെന്ന് പറയണ്ട ഇപ്പൊ അമ്മയാണ് എന്റെ. അപ്പൊ അമ്മയുടെ അടുത്ത് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷെ അച്ഛൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു റെസ്പെക്ട് അങ്ങനത്തെ ഒരു ടൈപ്പാണ്. ഡയറക്ടറിന്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു മെയിൻ കൺസേൺ ആയിരുന്നു, കൺസേൺ അല്ല ഒരു പോയിന്റ് ആയിരുന്നു, ഒരു വൾഗാരിറ്റി വരരുത്. കാരണം ഒബ്വിയസ്ലി കുടുംബ പ്രേക്ഷകരാണ് ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത്. യൂത്ത് ഉണ്ട് ഇല്ലാന്നല്ല, എന്നാൽ പോലും ഒരു വീട്ടിലിരുന്ന് കാണുമ്പോഴേക്കും അയ്യോ എന്നൊരു അവർക്കൊരു ഓക്വേർഡ് ഫീൽ വരരുതെന്നൊരു തോന്നലുണ്ടായിരുന്നു. അപ്പൊ അത് ഏറ്റവും
മെയിൻ പോയിന്റ് കൺസേൺ വെച്ചിട്ടാണ് ആ ഒരു പോയിന്റ് അത് മനസ്സിൽ വെച്ചിട്ടാണ് ഞങ്ങൾക്കും അത് ചെയ്തത്. ഓക്കെയാണ്, ഞങ്ങൾക്ക് അത് വൾഗറായിട്ട് തോന്നിയിട്ടില്ല. ഓക്കെ. വൾഗറായി നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യൂല, നമ്മൾ പറയും അയ്യോ അത് വേണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് അങ്ങനത്തെ ഒരു സീൻ അങ്ങനെയല്ല, പറയാം, നമുക്ക് പറയാനുള്ള ഒരു റൈറ്റ്സ് അവിടെ. ആഫ്റ്റർ ഓൾ നിങ്ങൾ വളരെ കംഫർട്ടബിൾ ആണ്, നിങ്ങൾക്ക് ഒരു കംപ്ലൈന്റും ഇല്ല, പാരന്റ്സിന് പ്രശ്നമില്ല. അതാ പറഞ്ഞത്. പിന്നെ നമുക്ക് ഇതിനെ കുറിച്ച് ഇതൊന്നും വേണ്ട. ഇനി അടുത്ത സെഗ്മെന്റിലേക്ക് പോകണം. അടുത്തെന്ന് പറഞ്ഞാൽ യെസ് ഓർ നോ സെഗ്മെന്റ് ആണ്. ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ കാർഡ് തരും. ഓക്കെ, ആ, ഇത് രണ്ടുപേർക്കും ഓരോ യെസ് ഓർ നോ ആണ്. അപ്പം രണ്ടുപേരെടുത്തും ഒരു ചോദ്യം തന്നെയാണ്, രണ്ടുപേരും ഒരുമിച്ച് അതിന് ആൻസർ ചെയ്യണം. പക്ഷെ നീ എന്താ കാണിക്കണേ എന്ന് നോക്കിയിട്ട് കോപ്പി അടിക്കരുത്. ഓക്കെ. എന്നിട്ട് ഒരാള് യെസും കാണിച്ചു, ഒരാള് നോയും ആണ് കാണിക്കുന്നതെങ്കിൽ അപ്പം അവിടെ നമ്മൾ അതിന്റെ ഡീറ്റെയിലിംഗിലേക്ക് പോകും. എന്നിട്ട് അവിടെ പനിഷ്മെന്റ് ഉണ്ടാവും കേട്ടോ. പനിഷ്മെന്റ് ഉണ്ടാവും. യെസ്, ഓക്കെ. അപ്പൊ റെഡി? നോക്കട്ടെ. യെസ് ഓർ നോ സെഗ്മെന്റ് തുടങ്ങാൻ പോകുന്നു. ഫസ്റ്റ് വൺ, കോപ്പി അടിക്കല്ലേ. ഇത്രയും റൊമാൻറ്റിക് ആയ സീനുകൾ ഷൂട്ട് ചെയ്യുമ്പോൾ ശരിക്കും നാണം വരാറുണ്ട്. പെട്ടെന്നായിരുന്നു രണ്ടുപേരും നോ നോ, ഒരാൾ യെസ് കാണിക്കണം, എന്നാൽ എനിക്ക് പനിഷ്മെന്റ് തരാൻ പറ്റുള്ളൂ കേട്ടോ. ശരി, അടുത്തത്. അതിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് അതിന്റെ ബ്രീഫ് പോകുന്നില്ല. സീരിയലിൽ ഇന്റിമേറ്റ് സീനുകൾ വരുന്നത് കൊണ്ട് TRP റേറ്റിംഗ് കുത്തനെ ഉയരാറുണ്ട്. ഡിപ്പെൻസ് ആണ്. യെസും നോയും ആണ്. അപ്പോൾ കൃഷ്ണ എന്ത് പറയൂ, എങ്ങനെ TRP റേറ്റിംഗ് കൂടുന്നുണ്ട്? അല്ല, അത് ഇറ്റ് ഡിപ്പെൻസ് ആണ്. അതായത് ഇപ്പൊ നമ്മുടെ സീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മേ ബി എനിക്ക് തോന്നുന്നത് ഇപ്പോഴാണ് ആൾക്കാർ, അതുകൊണ്ടാണ് ചിലപ്പോ കാണാത്ത ആൾക്കാർ വരെ ഇത് ഏത് സീരിയൽ എന്നുള്ള രീതിക്ക് ചർച്ച ചെയ്യുന്നതുകൊണ്ട് ഏതാണ് ഈ സീരിയൽ എന്നുള്ള രീതിക്ക് നോക്കിയിട്ട് അവര് പിന്നെ എന്താന്ന് അറിയണല്ലോ, അപ്പൊ ഇതായിരുന്നല്ല സീരിയൽ പറഞ്ഞ എന്നാ ഒന്ന് കണ്ടു നോക്കാം എന്ന് വിചാരിച്ച് കുറച്ച് ആൾക്കാർ കൂടുതൽ കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ. എന്തുകൊണ്ടാ രാഹുൽ റേറ്റിംഗ് നമുക്ക് വരുന്നത് ചാനലിൽ കാണുന്നത്, നമ്മുടെ ഏഷ്യാനെറ്റ് എന്ന ചാനൽ വെച്ചിട്ട് കാണുന്നതിലാണ് നമുക്ക് TRP റേറ്റിംഗ് വരുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ പോയിന്റ് കറക്റ്റ് ആണ്. പക്ഷെ ഈ അഡീഷണൽ വ്യൂവേഴ്സ് വരുന്നത് കാണുന്നത് മോസ്റ്റ്ലി 95% ആൾക്കാരും മേ ബി കാണുന്നത് ഹോട്ട്സ്റ്റാറിലായിരിക്കും. അത് ടെലികാസ്റ്റ് കഴിഞ്ഞ കാരണം അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഞാൻ ഉദ്ദേശിച്ചത് ഫ്യൂച്ചറിലോട്ട് ഇനി അങ്ങോട്ടേക്ക് അത് അതായത് ഈ ഒരു സീനല്ല. മനസ്സിലായി. യഥാർത്ഥ ജീവിതത്തിൽ അർജുനും മീനുവുമായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്? തോന്നിയിട്ടേ ഇല്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉള്ള ഒരാളാണ്, ഇനിയിപ്പം ജീവിതത്തില് കല്യാണം വേണ്ടാന്നൊന്നും ഇല്ലല്ലോ അല്ലെ, അതിനോടുള്ള ഇതാ. അപ്പൊ ഇങ്ങനത്തെ ഒരാളാണ് വരുന്നതെങ്കിൽ അതൊരു വെൽക്കമിങ് ആയിരിക്കുമോ? അർജുനും മീനും. അപ്പൊ അതിനകത്ത് അർജുൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഇനി കൃഷ്ണേന്ദുവിന് റിയൽ ലൈഫിൽ വരുന്നതെങ്കിൽ അവിടെ അത് വെൽക്കമിങ് ആയിരിക്കുമോന്ന്? ഇതിപ്പോ എന്റെ കാമുകന്റെ അനിയനാണോ ഉദ്ദേശിച്ചത്, അതോ ക്യാരക്ടർ അർജുൻ എന്നുള്ള ക്യാരക്ടർ മാത്രമാണ്? ക്യാരക്ടർ ഓക്കെ ആണ്, കുഴപ്പമില്ല. പക്ഷെ എന്നാലും എനിക്ക് എന്റേതായിട്ടുള്ള ചെറിയ ചെറിയ വേറെ നമ്മുടെ പേഴ്സണൽ ഇൻട്രസ്റ്റുകൾ അങ്ങനെ കുറെ ഉണ്ട്. അല്ലാത്ത അർജുൻ ഓക്കെയാണ്. അർജുൻ എല്ലാവർക്കും അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ, ഒരു ഹസ്ബൻഡ് മെറ്റീരിയൽ ഒക്കെ ആയിരിക്കും. പക്ഷെ നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ചും കൂടി വേറെ കുറെ അഡീഷണൽ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഇവിടെ ഇല്ല. അങ്ങനെയല്ല, അർജുൻ എന്നുള്ള ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അതൊരു ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ ആണല്ലോ. ആസ് എ പേഴ്സൺ എന്ന് പറയുമ്പോൾ സീരിയലത്തെ അതുപോലത്തെ ഒരാളെ ആയിരിക്കില്ല. കാരണം ഒരുപാട് ഇപ്പൊ എല്ലാം നമുക്ക് ഒരാളിൽ കിട്ടിയെന്ന് വരില്ല. അപ്പൊ അർജുൻ നമ്മൾ കാണിക്കുമ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡിനൊക്കെ ആയിരിക്കും ചിലപ്പോൾ സീരിയലിൽ കാണിക്കുക. ചിലപ്പോൾ നെഗറ്റീവ്സ് ഉണ്ടായിരിക്കും അതിൽ കാണിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ ഒരു പേഴ്സൺ എന്നുള്ളതും ക്യാരക്ടർ എന്നുള്ളതും നല്ല വ്യത്യാസമുണ്ട്. ഓക്കെ. രാഹുലിനും അങ്ങനെ തന്നെ. എനിക്കിത് മീനു എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ അങ്ങനെ ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല, എനിക്ക് പറ്റില്ല. കാരണം മീനു എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി പേഷ്യൻസും കുറച്ചുകൂടി വേണം. എന്നെ സംബന്ധിച്ച് എനിക്ക് അത്രയും ക്ഷമയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഓക്കെ. നിങ്ങളെ തൊട്ട് മുമ്പേ ഞാൻ ഒരു യെസ് നോ വെച്ചപ്പോ ഞാൻ അന്നേരം മറന്നുപോയി. നിങ്ങൾക്ക് ഒരു പനിഷ്മെന്റ് ഉണ്ടായിരുന്നു. രണ്ടുപേർക്കും കിട്ടും പനിഷ്മെന്റ്. എന്റേതാണ് ഇവിടെ പനിഷ്മെന്റ് ഒരു കൊട്ടക്കണക്കിനാ കൊണ്ടുവന്നത്. നിങ്ങളെല്ലാം തെറ്റിക്കും എന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. പക്ഷെ എല്ലാം മറന്നു. ഞാനും അത് കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോയി. അതുകൊണ്ട് നമുക്ക് ആദ്യമേ ഒരു പനിഷ്മെന്റിലേക്ക് പോവാണ്. ഓക്കെ. എന്നാ പിന്നെ ഒരു ആക്ടിങ് സെഗ്മെന്റ് ചെയ്യാം. ഓക്കെ. വേറൊന്നും വേണ്ട. നിങ്ങൾ രണ്ടുപേരും എന്റെ അടുത്ത് ഒരു കംപ്ലൈന്റ് ബോക്സ് പറയുന്ന പോലെ ഞങ്ങൾക്ക് ഇനി ഇന്റിമേറ്റ് സീൻ ചെയ്യാൻ വയ്യ, ഇതിപ്പോ എത്രത്തോളം ട്രോള വരണം, മടുത്തു, ഇനി ഞങ്ങൾക്ക് വേണ്ട ഇത്തരത്തിലുള്ള സീൻ എന്ന് നിമിഷം എനിക്ക് ഇനി വേണ്ടെന്നുള്ള രീതിയിൽ എന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യുന്ന പോലെ. ഓക്കെ. ഓരോരുത്തർ ആരാ ആദ്യം ആക്ട് ചെയ്യുന്നത്? ഓക്കെ, ശരി, റെഡി. ഞാൻ മാർക്ക് ചെയ്യട്ടോ കേട്ടോ, നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടോ നോക്കട്ടെ. തുടങ്ങിക്കോ. മതിയായി. എന്ത് മതിയാ? ജീവിതമോ? ജീവിതമല്ല, പിന്നെ ഇങ്ങനെ ഒരു സീൻ ചെയ്ത്
അതിന്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ കേട്ട് സത്യം പറഞ്ഞാൽ മതിയായി. കാരണം നമുക്കൊരു ഭയങ്കര മോശമായിട്ടുള്ളൊരു ഇതാണ് കിട്ടിയത്. അപ്പൊ എനിക്ക് ഇനി അങ്ങനെ ഒരു സംഭവം എനിക്ക് ഒട്ടും താല്പര്യമില്ല. പക്ഷെ നിങ്ങൾ വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ടെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. എൻജോയ് ചെയ്യുന്നുണ്ട്, അത് നമ്മൾ പുറത്തിപ്പോ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മളത്. പക്ഷെ ടു ബി ഓണസ്റ്റ് നമ്മൾ ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല. മതി, പിന്നെ വീട്ടുകാരും അത്ര അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഇനി ഇങ്ങനത്തെ സീൻസ് ഒന്നും ചെയ്യുന്നില്ല, മതിയായി. എൻ്റെ ഒരു മെന്റൽ പീസിനും കാര്യങ്ങൾക്കും അതായിരിക്കും നല്ലത്. കാരണം നമുക്കത് ചെയ്ത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് നമ്മളത് പിന്നെ അത് ടെലികാസ്റ്റ് ചെയ്യുന്ന ടൈം വരെയുള്ള ടെൻഷൻ, അത് കാണുമ്പോഴുള്ള ആൾക്കാരുടെ റെസ്പോൺസ്, വീട്ടുകാരുടെ ഒരു അവർക്ക് പ്രൗഡായിരുന്നു ഇത്ര നാളും ഇത് കാണുന്നവരെ. പക്ഷെ അത് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളൊരു ആ സാധനമൊക്കെ എനിക്ക് അത്ര ഇനി അത് വേണ്ട. കൃഷ്ണേന്ദു ആണെങ്കിലോ? കൃഷ്ണേന്ദുനും മതിയായോ? എനിക്കെന്ന് പറഞ്ഞു വെച്ചെങ്കില് നമ്മുടെ കൂടെ ആക്ട് ചെയ്യുന്ന ഒരാള് കംഫർട്ടബിൾ അല്ല വെച്ചെങ്കിൽ പിന്നെ നമ്മൾ അവരെ കൊണ്ട് നിർബന്ധിച്ചിട്ടൊന്നും ചെയ്യിക്കാനോ നമുക്ക് പറ്റില്ല. പക്ഷെ കൃഷ്ണേന്ദു കംഫർട്ടബിൾ ആണ്. ഞാൻ നല്ലൊരു ഫ്രണ്ടായിട്ട് കണ്ടു, അതേപോലെ തന്നെ നല്ല രീതിക്ക് ഞാൻ അതിനെ കാണുന്ന കാരണം, അല്ലെങ്കിൽ അതൊരു സീരിയലാണ് എന്ന് പറഞ്ഞ് കാണുന്ന കാരണം ഞാൻ അതിനെ ഒരു പ്രൊഫഷണൽ രീതിക്ക് കാണുന്നുള്ളൂ. അതല്ലാതെ അതിൽ പേഴ്സണൽ ലൈഫോ സംഭവങ്ങളോ വേറെ സംഭവം, കാരണം ഞാൻ ഇതിനെ പക്ക പ്രൊഫഷനായിട്ടും പാഷനായിട്ടും കാണുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ഒരാളുടെ, കാരണം നമ്മൾ രണ്ടുപേരാണ് അഭിനയിക്കുന്നത്, ഒരാളല്ല അഭിനയിക്കുന്നത്. അപ്പൊ കൂടെ അഭിനയിക്കുന്ന ആള് കംഫർട്ടബിൾ അല്ല, അവർക്ക് ഇത് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും നിർബന്ധിക്കാൻ പറ്റില്ല. നമ്മൾ അവരുടെയും കൂടി സൈഡ് കാണണം. നമ്മൾ ഒറ്റയ്ക്ക് ഒരു അഭിനയിക്കുന്ന ഒരു സീനാച്ചെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. പക്ഷെ ഇത്തരത്തിലുള്ള ട്രോളുകൾ വരുന്നത് നിങ്ങളുടെ മനസമാധാനം തകർക്കുന്നു എന്ന് തന്നെയാണ്. ഞാൻ അതിനൊരു ഹെൽത്തി രീതിക്കായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതെ, ഇപ്പൊ അത് അങ്ങനെയല്ല എന്ന് കാണുമ്പോൾ കംഫർട്ടബിൾ അല്ല എന്നറിയുമ്പോ ആളുടെ കൂടെ ചെയ്യാൻ എനിക്ക് കുറച്ചപ്പോ ബുദ്ധിമുട്ടാണ്. ആളെ ഓക്കെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ആളെ ഓക്കെ അല്ലെച്ചെങ്കിൽ എനിക്കറിയാം ഈ സംഭവം ആയിരിക്കും ഇനി നമുക്ക് വേണ്ടതൊക്കെ കിട്ടിയില്ലേ കറക്റ്റ് ആയിട്ട്. അതെ, എല്ലാ പ്രാവശ്യം ഞാനാണ് എന്തെങ്കിലും അബദ്ധം. ഇപ്രാവശ്യം എനിക്കിന്ന് കെയർഫുൾ ആയിട്ട് സംസാരിക്കണം, വളരെ കെയർഫുൾ ആയിട്ട് ഇങ്ങനെ ആലോചിച്ച് ചിന്തിക്കാറില്ല. പക്ഷെ രാഹുൽ സുരേഷിന്റെ കൂടെ എന്തായാലും പറഞ്ഞു ഇനി ഇതേപോലെ വരും സമാധാനമേ പോയി. അല്ല, ഈ ഒരു സംഭവം മാത്രം വരും കേട്ടോ. അവസാനം പറയാം ആ പെണ്ണിന് കണ്ടു, അവൾക്ക് കുഴപ്പമില്ല, സാറില്ല. ഇതൊക്കെ ഒരു ആക്ടിങ് സെഗ്മെന്റ് ആയിരുന്നു കേട്ടോ. ഇവർക്ക് കൊടുത്ത ജസ്റ്റ് ഒരു പനിഷ്മെന്റ്. എന്തായാലും രണ്ടുപേരും സൂപ്പർ ആയിട്ട് ആക്ട് ചെയ്ത് അവർ അഭിനയിച്ചു. ഇപ്പൊക്കെ എവിടെങ്കിലും കൊണ്ടുപോയിട്ടിട്ട് ഞങ്ങൾക്ക് വേറെ ട്രോൾ വാങ്ങിച്ചു. ഇല്ല, നമുക്ക് കൊട്ടക്കണക്കിന് അടുത്ത പനിഷ്മെന്റ് ഉണ്ട്, അതിലേക്ക് പോവാം. കാതോട് കാതോരത്തിലെ റൊമാൻറ്റിക് സീനുകൾ ഷൂട്ട് ചെയ്യുമ്പോൾ ആകെയുള്ള ഒരു ടെൻഷൻ റിയൽ ലൈഫ് പാർട്ട്ണറെ ഇത് കൺവിൻസ് ചെയ്യുന്നത് മാത്രമാണ്. രാഹുൽ, രണ്ടുപേർക്കും റിയൽ ലൈഫ് പാർട്ട്ണർ ഉണ്ടോ ഇല്ലയോ? ഇല്ല. ഇല്ലേ? ഇല്ല. കുട്ടിക്ക് പ്രായം എത്രേ? പ്രായം എത്രേ? ഇല്ലേ? ചുമ്മാ പറയാണ്. പ്രായമൊന്നുമല്ലല്ലോ നമ്മുടെ മാരേജോ പാർട്ട്ണറിന്റെ അതിന്റെ ഒരു ഇതെന്ന് പറയണത് അതൊന്നും അല്ല. അല്ല, മേ ബി അങ്ങനെ ഒരാളുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ നമുക്ക് അവരുടെ കൂടി ഒരു പെർമിഷൻ അല്ല, ചിലപ്പോ നമ്മുടെ മൈൻഡും ഉണ്ടാവും. കാരണം മനുഷ്യന്മാരാണല്ലോ, അപ്പൊ അവർക്കാണ് ചിലപ്പോ നമുക്കാണെങ്കിലും ഒരു പൊസസീവ്നെസ്സോ അല്ലെങ്കിൽ, പക്ഷെ അതിനെ പ്രൊഫഷൻ, അതാ ഞാൻ പറഞ്ഞ, ഞാൻ എന്താണോ എന്റെ പ്രൊഫഷൻ എന്താണോ ആ രീതിക്ക് കാണുന്ന പാർട്ട്ണർ ആണെച്ചെങ്കിൽ വെരി അടിപൊളിയായിരിക്കും. ഓക്കെ, രാഹുലിനായിരുന്നെങ്കിൽ ഇപ്പൊ അങ്ങനെ തന്നെ അത് മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇമാജിൻ ഞാനിപ്പോ അങ്ങനത്തെ ഒരാളാണ്, രാഹുലിന്റെ ഒരു ഗേൾ ഫ്രണ്ട് ആയിരുന്നു ഞാൻ. അപ്പൊ ഞാൻ എന്റെ അടുത്തേടി ഞാൻ നാളെ ഇങ്ങനെ ഒരു സീൻ എടുക്കാൻ പോവാണ്, ഓക്കെ എന്ന് പറയുമ്പോൾ ഞാൻ സമ്മതിക്കുന്നില്ല. ഇല്ലില്ല രാഹുൽ, ഞാൻ എന്ത് ചെയ്താലും സമ്മതിക്കില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല, നീ സീരിയൽ അഭിനയിക്കണം എന്ന് പറഞ്ഞു, ഞാൻ സമ്മതിച്ചു. ഓക്കെ, ആ ഒരു കോൺവെർസേഷൻ നമുക്ക് പോവാം. അപ്പൊ ഞാൻ പറയാണ്, ഓക്കെ അതൊക്കെ ചെയ്തോളൂ രാഹുലേട്ടാ, അല്ലെ രാഹുൽ ഇങ്ങനത്തെ സീൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അപ്പൊ ഞാൻ പിണങ്ങി വഴക്കിട്ട് അല്ല, കാരണം നമ്മൾ ഓൾറെഡി റിലേഷൻ ആവുകയാണെങ്കിൽ അത് ഓൾറെഡി കാര്യങ്ങൾ ഞാൻ വ്യക്തമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കൺവിൻസ്ഡ് ആവുന്നില്ല, എത്ര പറഞ്ഞാലും എനിക്ക് ആ സീനുമായിട്ട് ഞാൻ സെറ്റ് ആവുന്നില്ല, കൺവിൻസ്ഡ് ആവുന്നില്ല. ഇത് ഓൾറെഡി പറഞ്ഞിട്ടായിരിക്കും റിലേഷൻഷിപ്പിൽ ആവുന്നത്. എന്നിട്ട് അത് അല്ല, ഇങ്ങനെ സംഭവം എനിക്ക് ഇതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിന് ആ സീൻ ഡിമാൻഡ്. ശരി, ഞാൻ ഗേൾ ഫ്രണ്ട് ആണെന്ന് വിചാരിക്കാം, ഇത് ടാസ്കാ, പനിഷ്മെന്റ് കൊടുക്കാണ്, ടാസ്ക് ആണ്. ഓക്കെ, അപ്പോൾ എന്നെ കൺവിൻസ് ചെയ്യാൻ നോക്ക്. ഞാൻ പറയാണ്, ഇല്ല രാഹുൽ ചെയ്യാൻ പറ്റില്ല ഈ ഒരു സീൻ, എനിക്ക് ഒട്ടും ഇല്ല. രാഹുൽ നമ്മൾ തമ്മിൽ സെപ്പറേറ്റ് ആവും. എന്താ വേണ്ടേ നിനക്ക്? നിന്റെ സീരിയലാണോ വലുത്, ഞാനാണോ വലുത്? അതെല്ലാ റിലേഷൻ ചോദിക്കുന്ന ഒരു ഡയലോഗ്. തുടങ്ങിയപ്പോ തന്നെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നല്ലേ മോളോട്, എന്ത് ഇങ്ങനെയുള്ള സീൻസും കാര്യങ്ങളും സീരിയല് എന്താ രാഹുൽ? ഇങ്ങനത്തെ ഒരു സീരിയല് നമ്മുടെ മലയാളം, ഇങ്ങനത്തെ സീനുകളൊന്നും നമ്മുടെ മലയാളത്തിൽ ഇല്ലല്ലോ. അതല്ലേ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ വിടാത്തത്. സിനിമയിലായിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നോ ഞാൻ ചോദിക്കുക. സിനിമയിൽ അതല്ലേ ഞാൻ വിടാത്തത് അഭിനയിക്കാനായിട്ട്. അത് തന്നെ എക്സാക്ട്ലി അഭിനയം.
എന്റെ പ്രൊഫഷൻ തന്നെ അഭിനയാന്ന് എന്റെ അറിയാലോ. പൊന്നു രാഹുൽ, ഇതൊക്കെ എത്രയാന്ന് പറഞ്ഞാൽ അഭിനയമാണ് എന്നൊക്കെ പറഞ്ഞാലും ഇതൊക്കെ നമ്മളെല്ലാരും സാധാരണ മനുഷ്യരാണ്. നിനക്ക് പിന്നെ ഇനിയിപ്പോ നിനക്ക് ആ കുട്ടിയോടായിരിക്കും കൂടുതൽ ഇതൊക്കെ തോന്നുന്നുണ്ടാവുക. നീ അതാണ് ഇപ്പൊ പോയാലും എന്നെ വിളിക്കാറില്ല. അങ്ങനെ പറയില്ല. ഞാൻ എനിക്ക് കിട്ടുന്ന എല്ലാ ടൈമിലും ഒരു 5 മിനിറ്റ് 5 മിനിറ്റ് ആകുമ്പോൾ ഞാൻ വിളിക്കാറുള്ളതല്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? എന്തെന്നൊക്കെ പറഞ്ഞാലും നിനക്ക് ഞാനാണോ വലുത്, ഈ സീനാണോ വലുത്? ഒബ്വിയസ്ലി നീയാണ് വലുത്. എന്നാ പിന്നെ നീ നാളത്തെ സീൻ ചെയ്യണ്ട. അല്ല, അങ്ങനെ പറഞ്ഞ നമുക്ക് ഇതിനോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ നിനക്ക് ആ സീൻ ചെയ്യണം. തീർച്ചയായും അത് ഡിമാൻഡിങ് ആണെങ്കിൽ അത് ചെയ്യണം. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനത് ചോദിച്ച് മേടിച്ച സീൻ, എനിക്ക് ഇങ്ങനെ സീൻ തരുമെന്ന് ചോദിച്ച് മേടിച്ച സീൻ അല്ല. അവരത്രയും പറഞ്ഞ് ഈ സീൻ ഇന്നത് വേണം എന്ന് എന്നോട് ആവശ്യം. അപ്പൊ എനിക്ക് അതിന്റെ ചെയ്തു കൊടുക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റി എനിക്ക്. ഇപ്പൊ നീ ഈ സീൻ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നാളെ നിനക്ക് വേറെ സിനിമയിൽ നിന്നോ വേറെ സീരിയലിൽ നിന്നോ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള സീൻ പറഞ്ഞാലും അപ്പൊ നീ ചെയ്യുമല്ലേ? ആ സീൻ അത് ഡിമാൻഡിങ് ആണെങ്കിൽ, ആ സീൻ അത് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യും. നിങ്ങൾ കുറെ ഡിമാൻഡിങ് ഇതൊക്കെ പറഞ്ഞിട്ട് ഇത് ഇങ്ങനത്തെ സീൻ ഇത് തന്നെ ചെയ്ത് തന്നെ ഇത് കാണിക്കണമെന്നുണ്ട്. വേറെ എത്രയോ സിനിമകൾ ഇതൊക്കെ കാണിക്കാതെ പോയിട്ടുണ്ട്. അങ്ങനെ ഉണ്ട്. പക്ഷെ ഇത് നമ്മളല്ല, ഞാൻ കഥ എഴുതിയൊരു കാര്യമല്ല ഇത്. വേറെ സിനിമകൾ ഇത് കാണിക്കാതെ പോയിട്ടുണ്ടാവാം. പക്ഷെ ഞാൻ ചെയ്യുന്ന ഈ പെർട്ടിക്കുലർ സീൻ അപ്പൊ നിനക്കത് ചെയ്യണം. എന്നാ ശരി, നീ എന്റെ നമ്പർ അങ്ങ് ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്തോളൂ. അങ്ങനെയാണ് ഫൈനൽ തീരുമാനമെങ്കിൽ ഞാൻ ഐ റെസ്പെക്ട് യുവർ ഡിസിഷൻ, ഞാൻ ചെയ്യാം. അപ്പൊ നിനക്ക് എന്നെക്കാളും വലുതാ സീൻ തന്നെയായിരുന്നു. ഒരിക്കലല്ല, വലുതെന്ന് നീ തന്നെയാണ്. പക്ഷെ ഇത് എനിക്ക് ചെയ്തേ പറ്റൂ. ഇത് ചുമ്മാ ഡയലോഗ്, ഇത് വെറുതെ ഡയലോഗ്. ദൈവമേ, ശരിക്കും യഥാർത്ഥ ജീവിതത്തിൽ ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഇത് ഇല്ല ഞാൻ ചെയ്യും. കാരണം നമ്മളത് നമ്മുടെ പ്രൊഫഷനാണ്, നമ്മൾ ചെയ്തേ പറ്റൂ. ആണ്. അത് അത്രയും മനസ്സിലാക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ അത് മനസ്സിലാക്കുന്ന അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി. കാരണം നമ്മൾ ഒരിക്കലും അവരെ കുറ്റം പറയാൻ പറ്റില്ല. ആർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. വളരെ കുറച്ച് പേർക്കാണ് ചിലപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനും ഇഷ്ടപ്പെടാനും പറ്റുള്ളൂ. രാഹുലിന്റെ ലവർ ഇതേപോലെ സീരിയൽ അഭിനയിക്കുന്നു, ഇത്തരത്തിലുള്ള സീനിലേക്ക് പുള്ളിക്കാരത്തി പോണു. രാഹുലിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ആക്ച്വലി. ഓക്കെ, ഒരു മനുഷ്യൻ എന്നുള്ളതിൽ മേ ബി ചിലപ്പോ ഓപ്പണായിട്ട് പറയാം. എനിക്ക് വേണമെങ്കിൽ പറയാം, ഞാനാണെങ്കിൽ സമ്മതിക്കും, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അത് പ്രൊഫഷൻ അല്ലേ എന്ന് എനിക്ക് പറയാം. പക്ഷെ ഞാൻ പച്ചയായിട്ട് പറയുകയാണെങ്കിൽ മേ ബി എനിക്ക് അതൊരു ഒരു കൺസേൺ വരും. കാരണം മനുഷ്യരാണ്, വന്നിരിക്കും. പക്ഷെ അത് മനസ്സിലാക്കാനും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് മേ ബി എനിക്ക് അങ്ങനെ കഴിവ് ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു ആക്ടിംഗ് ഫീൽഡ് ഒരാളെ കല്യാണം കഴിക്കില്ല. എനിക്കത് ഇല്ലെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതുവരെ ആ സിനാരിയോ ഫുള്ളി ഇമാജിൻ ചെയ്തിട്ടില്ല. ഇനി ചിന്തിക്കേണ്ടിയിരിക്കും. തീർച്ചയായും. ഓക്കെ, നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. കാതോട് കാതോരത്തിന്റെ സമയം മാറ്റണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. യെസ്, ബാക്ക് ടു 10 PM അതല്ലേ, അതോ 6 ഉള്ള ടൈം ആണ്? ഒരു പ്രൈം ടൈം, ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന ഒരു ഈവനിങ് ടൈം, ലേറ്റ് ഈവനിങ്, എനി ടൈം. ഒരു 8, 9 ഒക്കെ നല്ലൊരു ഞങ്ങളുടെ വ്യൂവേഴ്സിന്റെയും ഒരു ആഗ്രഹമാണ് കാണാൻ പറ്റാത്ത. കാരണം പലർക്കും പറ്റാറില്ല അത് കാണാനായിട്ട്. ഇപ്പൊ ഈ ടൈം മാറ്റിയപ്പോഴത്തേക്കും കുറെ പേര് കംപ്ലൈന്റ് പറഞ്ഞു, അയ്യോ ഞങ്ങൾ സ്ഥിരം കണ്ടോണ്ട്, നമ്മൾ കാണുമ്പോഴാണെങ്കിലും പുറത്തിറങ്ങുമ്പോഴാണെങ്കിലും പറയും സ്ഥിരം കാണാൻ പറ്റുന്നില്ല, ക്ലാസ് പോകുന്നു, ജോബ്. അവരൊരു വിഷമത്തോടു കൂടിയാണ് അത് പറയുന്നത്. അപ്പൊ അതെല്ലാം കൂടി വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും മാറ്റിയാ കൊള്ളാമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഇനി ഞാൻ വേറെ ഈ കാതോട് കാതോരം ഇപ്പൊ പോകുന്ന ഇതേ ത്രെഡ്, ഇതേ കഥ, ഇത് അങ്ങനെ തന്നെ സീരിയലിൽ നിന്ന് മാറ്റി സിനിമയാക്കാൻ പോകണമെന്ന് വിചാരിക്കാം. പക്ഷെ നിങ്ങളെ രണ്ടുപേരും അല്ല നായകനും നായികയും. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ഒരു കഥാപാത്രത്തിന് മാച്ച് ചെയ്യുന്നത് ആരെന്നായിരിക്കും നിങ്ങളുടെ ഒരു സജഷൻ? ആരായിരിക്കും ഹീറോ, ആരായിരിക്കും ഹീറോയിൻ? ചിന്തിച്ചിട്ടില്ല, നല്ലൊരു ചോദ്യമാണ്. ഞങ്ങൾ ഇപ്പൊ ഫസ്റ്റ് എന്നാ ഇപ്പോൾ ഒന്ന് ചിന്തിച്ചിട്ട് പറയും ആരായിരിക്കണം നമ്മുടെ ഇപ്പത്തെ മലയാള സിനിമയിലെ ആരായിരിക്കും ചിന്തിക്കാം. കാരണം എന്നാലും ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടുള്ള ഒരു ക്യാരക്ടർ, ഞങ്ങൾ രണ്ടുപേരും ഈ ക്യാരക്ടറിൽ ഭയങ്കര ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ അതുപോലെ നിങ്ങളുടെ ഈ ഒരു ഇത് നല്ല രീതിയിൽ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് നായകൻ ഞാൻ പറയാം. പറയൂ, മീനു നീ പറയൂ. അല്ലേ, എനിക്ക് തോന്നുന്നു ഞാൻ പറയാം, നിഖില വിമലല്ലേ, കറക്റ്റ് ആയിരിക്കും. കാരണം ആ ഒരു മെച്യൂരിറ്റിയും ഞാൻ ആളുടെ ആക്ടിങ് ശ്രദ്ധിച്ചതില് ആ ഒരു കാര്യങ്ങളും ഈ ഒരു ക്യാരക്ടറും ആൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, കാരണം ആൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് കുറച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് കുറച്ചും കൂടി നിഖില വിമൽ ഈ ക്യാരക്ടർ അതേപോലെ തന്നെ ടീച്ചർ ആവുന്നുണ്ട് മീനു ഇതില്. അപ്പൊ ഈവൻ ആ അപ്പിയറൻസ് ആയിക്കോട്ടെ, ആൾ ചെയ്യുന്ന ആക്ടിങ്ങിന്റെ ആ ഒരു ആളുടെ മൈന്യൂട്ട് ആയിട്ടുള്ള പല കാര്യങ്ങളും എനിക്ക് അങ്ങനെ പെട്ടെന്ന് എനിക്ക് തോന്നിയതാണ്. മേ ബി ഇനി കുറച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാരെ കിട്ടുമായിരിക്കും. പക്ഷെ പെട്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് നിഖില വിമൽ ചേച്ചി. നിഖിലേക്ക് ചേരുന്ന അപ്പം നായകൻ എന്ന് പറയാൻ ആരായിരിക്കും? ഹക്കീം ഷാജഹാൻ. ഹീസ് ആൻ അമേസിംഗ് ആക്ടർ. അപ്പൊ പുള്ളിക്ക് ഈ ക്യാരക്ടർ, കാരണം ആ ഒരു നേരത്തെ ഒരു ഭയങ്കര ഒരു ഇതായിട്ട് ഒരു ചിറഫും ഇതായിട്ടുള്ളതും പിന്നീട് അങ്ങോട്ട് ഒരു ആ ഒരു ക്യാരക്ടർ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അടിപൊളിയായി. ഇനി അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് അർജുന്റെ ബ്രദർ ജോൺ ഉണ്ടല്ലോ, ജോണിന്റെ ക്യാരക്ടർ ചെയ്യാൻ ആരായിരിക്കും?
ജോൺ ചേട്ടൻ ഹക്കീമാവുകയാണെങ്കിൽ ജോൺ ചേട്ടൻ ചെയ്യാനായിട്ട് പിന്നെ കുറച്ചും കൂടി കുറച്ചും കൂടി ഒരാള് വേണം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. എന്നാ താരാമ്മയുടെ ക്യാരക്ടർ ചെയ്യണമെങ്കിലോ? ക്യാരക്ടർ ചെയ്യണമെങ്കിൽ താരാമ്മ വിളിച്ച പോരെ? അല്ല, എന്നാലും നമ്മളിപ്പോ വേറൊരാളുടെ പേരല്ലേ ചോദിക്കുന്നത്, അല്ലെ നിങ്ങളെ തന്നെ വിളിക്കാമല്ലോ. അങ്ങനെയല്ല, നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ അമ്മമാരില് താരാമ്മയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ ഫസ്റ്റ് ഭയങ്കര സ്നേഹം ബബ്ലി അങ്ങനത്തെ ഒരു ടൈപ്പ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു വില്ലത്തിയായിട്ട് താരാമ്മ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട്. അപ്പൊ അത് രണ്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഒരമ്മ എന്ന് പറയുന്നത് ആരായിരിക്കും? അയ്യോ വെരി ടഫ്. ഇത്രയ്ക്കൊന്നും സമയം എടുക്കാൻ പറ്റില്ല. ഇപ്പൊ അടുത്ത പനിഷ്മെന്റും കൂടി ഞാൻ വരും. അല്ല അതൊക്കെ സീനിയർ. നിങ്ങൾ എത്ര സമയം എടുത്തു ഞാൻ? അച്ഛന്റെ റോളാണെങ്കിൽ നമ്മുടെ സിദ്ദിഖ് സാറിന് പറ്റും. സിദ്ദിഖ് സാറാ? സിദ്ദിഖിക്ക. ഓക്കെ, സിദ്ദിഖിക്കാണ് ചേട്ടനായിട്ട് ജോണിന്റെ ക്യാരക്ടർ. അല്ല അല്ല അല്ല, അച്ഛന്റെ ക്യാരക്ടർ ആണെങ്കിലേ. ആ ഓക്കെ ശരി. ക്യാരക്ടർ അല്ലെങ്കിൽ ഇപ്പം താരാമ്മയുടെ ക്യാരക്ടർ ചെയ്യാൻ മല്ലികാമ ഓക്കെ ആണോ? അല്ലെങ്കിൽ ലെന? അത്രയും കുറച്ചുകൂടി പ്രായമുള്ള ഒരു ക്യാരക്ടർ അങ്ങനെ വേണോ? അപ്പൊ മല്ലികാമയുടെ പ്രായമാണോ? മല്ലികാമ ഓക്കെയാണ് അല്ലേ? മല്ലികാമ ഓക്കെ ശരിയാണ്. അവരെല്ലാരും അവരൊക്കെ ഓക്കെയാണ്. അതെ, അപ്പൊ നമ്മൾ അത്രയും ലെവല് ചിന്തിച്ചിട്ടില്ല. ശരി ശരി, ഞാൻ ഇനി കൺഫ്യൂഷൻ വെരി ടഫ് ക്വസ്റ്റ്യൻ. ശരി, ചിന്തിച്ചിട്ടില്ല. ഓക്കെ. അപ്പം ജോണിന്റെ ക്യാരക്ടർ ഇപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്നുമില്ല ആരാവണം? ഇനി ആലോചിക്കണം. ഇതുപോലെ ക്ലൂ തരണം നമുക്ക്. എനിക്ക് തന്നെ അങ്ങ് പറഞ്ഞാ പോരെ. എന്നാ ശരി, അടുത്ത ചോദ്യം. ലൊക്കേഷനിലെ ഇടവേളകളിൽ അവസാന എപ്പിസോഡ് വീഡിയോകളും അതിന്റെ കമന്റും എന്തൊക്കെയാണെന്ന് ഓടിപ്പോയി നോക്കാറുണ്ട്. ലൊക്കേഷനിലെ ഇടവേളകളിൽ അവസാന എപ്പിസോഡ് വീഡിയോകളുടെ കമന്റ് എന്തൊക്കെയാണെന്ന് ഓടിപ്പോയി നോക്കാറുണ്ട്. യെസ്, നോ? പനിഷ്മെന്റ് റെഡിയാക്കി വെച്ചോളൂ. എന്നാലും ഇനി തരും. എന്നാലും രണ്ടുപേർ തരുമ്പോ രണ്ടുപേർക്കും ഒരേപോലെ ഞങ്ങൾ തരുള്ളൂ. എന്തുകൊണ്ട് നോക്കാറേ ഇല്ല? ഞാൻ ലൊക്കേഷനിൽ ഫോൺ യൂസ് ചെയ്യാറേ ഇല്ല. ഇല്ല, തിരിച്ച് വീട്ടിൽ വന്നിരുന്ന് കഴിയുമ്പോഴാണെങ്കിലും ഞാൻ വണ്ടിയിൽ പോകുന്നു, കാറിൽ വെക്കും, അവിടുന്ന് ലൊക്കേഷനിൽ പക്ഷെ എന്റെ അടുത്ത് ചോദിക്കോട്ടോ, എന്തായി എത്രയായി യൂസ് ആയി ഒരു ക്ലിപ്പ് ഏത് ബൈറ്റ വന്നിരിക്കുന്ന നോക്കാറില്ല. ഇപ്പോഴെല്ലാം ഓടിപ്പോയി നോക്കാറുണ്ട്. ഞാൻ ഫോൺ യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് ഞാൻ അറിയില്ല. ഓക്കെ, കൃഷ്ണൻ എപ്പോഴും നോക്കാറുണ്ട്. ഞാൻ ആക്ച്വലി സംഭവം എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ ഞാൻ നന്നായിട്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരാളാണ്. അതേപോലെ ഷൂട്ട് സംഭവം ഒരു ദിവസം ഫോൺ ഇല്ലാണ്ടിരിക്കാൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് വർക്ക് സംഭവങ്ങൾ അങ്ങനെ ഒന്നും ഇല്ല വെച്ചെങ്കിൽ എനിക്ക് സന്തോഷമാണ്. ഫോൺ മാറ്റി വെക്കാൻ സന്തോഷമാണ്. മുമ്പാണെങ്കിലും ഞാൻ വർക്കൊക്കെ ആഡൊക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുന്ന ടൈമിലൊക്കെ ഞാൻ ഫോൺ ചിലപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കയ്യിലാണ് കൊടുക്കുക, അങ്ങനത്തെ രീതിയായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ ഞാൻ എല്ലാം വ്ളോഗ്, യൂട്യൂബ് ഉണ്ട്, എനിക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ആ സോഷ്യൽ മീഡിയ നന്നായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് ഫോൺ വേണം, ഒരാള് എടുത്തരണ്ടെങ്കിൽ അത്രയും സന്തോഷം എന്ന് പറയുമല്ലോ. അപ്പൊ അങ്ങനെയാണ്. മേ ബി ഇപ്പൊ എന്തെങ്കിലും കൊറിയർ വരാണ്ടായിരിക്കും, അങ്ങനെ കുറെ വ്ളോഗും ഈ ഇതൊക്കെ ചെയ്യുന്ന കാരണം എനിക്ക് ഫുൾ ഫോണിലാണ് എന്റെ എല്ലാ കാര്യങ്ങളും കിടക്കുന്നത്. അപ്പൊ ഈ ഷൂട്ടിങ്ങിനിടയിൽ വീഡിയോസും അതുപോലെ ഇടയ്ക്കിടയ്ക്ക് BTS വീഡിയോസ് കൂടുതലും ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ കൊടുക്കുന്നത് ഞാനാണെന്ന് തോന്നുന്നുണ്ട്. കാരണം BTS കാരണം ലൊക്കേഷനിലെ വീഡിയോസ് ഒക്കെ കാണാൻ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഈ രാഹുല് സംസാരിക്കുന്നു എന്നുള്ള കാര്യം പോലും എന്റെ വ്ളോഗ് വഴിയാണ് അറിയുന്നത്. അതെ, അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത് കുറെ കാര്യങ്ങൾ വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ നോക്കിയാലും ബ്രേക്ക് എന്ന് പറഞ്ഞാൽ അപ്പൊ ഫോണും കൊണ്ട് വരുമായിരിക്കും അല്ലേ? ഇങ്ങനെ ഫോൺ എടുത്തോണ്ട് വരും. ശരിക്കും ഇതൊന്നും പറഞ്ഞോണ്ട് അല്ല, ഇവൻ അറിയില്ല എവിടെ ചിലപ്പോ ഇത് എനിക്ക് വേണ്ട റോ ആണ് വേണ്ടത് ഭയങ്കര. കാരണം ഞാൻ മുമ്പും ഞാൻ ചിലര് ഫോൺ ഉണ്ടെന്ന് പറഞ്ഞാൽ അവര് ഭയങ്കര പറയും അങ്ങനെ ആയിരിക്കും. എനിക്ക് വേണ്ടത് റോ ആയിട്ടുള്ള ആൾക്കാരെയാണ് വേണ്ടത്. ആദ്യമൊക്കെ എനിക്ക് ഇതെന്താ നമ്മൾ എപ്പോഴും മിണ്ടിക്കൊണ്ടി, കാരണം ഞാൻ യൂസ്ഡ് അല്ല ഇതിനായിട്ട്. പക്ഷെ പിന്നീട് ഇത് അപ്ലോഡ് ചെയ്ത് കണ്ടപ്പോഴത്തേക്കും ആൾക്കാരെല്ലാം ഒത്തിരി അത് എൻജോയ് ചെയ്യുന്നുണ്ട്. കുറെ പേര് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ഇടൂ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എനിക്കും അപ്പൊ തോന്നുന്നില്ല എനിക്കും പറഞ്ഞ ഇങ്ങനെ എടുത്ത് ഇടണം. ഇല്ല, അത് ഭയങ്കരമായിട്ടുള്ള ഒരു എഫേർട്ടും കാര്യങ്ങളും ഇടേണ്ട ഒരു പണിയാണ്. ഇല്ല, അതിന് പ്രത്യേക ടാലന്റ് തന്നെ വേണം. അതിനൊരു ഭയങ്കര ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണത്. നമ്മൾ എടുക്കുന്നത് മാത്രമല്ല എഡിറ്റിംഗും എഡിറ്റ് ചെയ്ത് ബാക്കി ഇടുന്നത്, ഇനി അത് നോക്കിയിരിക്കണം, അതിന്റെ കമന്റ് നമ്മൾ നോക്കണം. പണിയാണ്. നമ്മൾ വിചാരിക്കും ഭയങ്കര എന്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും പെമ്പിള്ളേർക്ക് റീച്ച് വരും, അങ്ങനെയൊക്കെ പറ്റുന്ന ഒരു പരിപാടിയല്ല.